അസ്സലാമു അലൈക്കും ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നില്ല, ചില സ്ത്രീകൾക്ക് ഉണ്ടാവും ഒരാഗ്രഹം, നമുക്ക് എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും ചെയ്തൊരു വരുമാന മാർഗ്ഗം ആവണം എന്നുള്ള ആൾക്കാർ. അങ്ങനത്തെ ആൾക്കാർക്ക് വീട്ടിലിരുന്നിട്ട് ഈസി ആയിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആട്ടോ മുട്ടമാല എന്ന് പറയുന്നത്. അത് നിങ്ങൾ അത്ര നിസ്സാരമായിട്ടൊന്നും കാണണ്ട, നല്ല ഡിമാൻഡുള്ളൊരു സാധനമാണ്. നമ്മൾ പിന്നെ അത് ഒന്ന് ഉണ്ടാക്കി പഠിച്ചാൽ മതി, നമുക്ക് ഇഷ്ടം പോലെ സെയിൽ ചെയ്യാൻ പറ്റുന്നൊരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ ആരും ടെൻഷൻ അടിക്കണ്ട, മുട്ടമാല ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ അത് ഉണ്ടാക്കാൻ പഠിക്കുകയും ചെയ്യാം. പിന്നെ കുറച്ച് എൻ്റെ വിശേഷങ്ങളുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടോ. മുട്ടമാല ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ മുട്ടെല്ലാം കഴുകിയെടുത്ത് മാറ്റി വെച്ച് ഇനി നമുക്ക് മുട്ടമാല വലിക്കാനുള്ള എന്തുണ്ടാക്കണം, പഞ്ചസാര പാനി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് വെള്ളത്തിന് അങ്ങനെ കൃത്യമായിട്ട് അളവൊന്നുമില്ല. ഞാൻ സെയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ വലിയൊരു പാത്രം എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് ഞാനിവിടെ എടുത്തത് 60 മുട്ടയാണ്. അപ്പോൾ 10 മുട്ടക്ക് 1 ഗ്ലാസ് പഞ്ചസാര എന്ന കണക്കിൽ നമ്മൾ 60 മുട്ടക്ക് 6 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പഞ്ചസാര മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ മുട്ട കഴുകി മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ഈ പഞ്ചസാര പാനി തിളപ്പിക്കാൻ ഗ്യാസ് സ്റ്റൗവിൽ അവിടെ ഓണാക്കി വെച്ചിട്ടുണ്ട്. എന്താണ് ഇത്ര നേരത്തെ തന്നെ വെക്കുന്നത് എന്നുള്ളതൊക്കെ ടിപ്സാണ്. ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അത് ആ സൈഡിൽ നിന്ന് അങ്ങനെ അങ്ങ് മെൽട്ടായി നല്ല പഞ്ചസാര പാനിയായിട്ട് അവിടുന്ന് വരട്ടെ. ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, മുട്ടയുടെ വൈറ്റും പിന്നെ വൈറ്റ് പോർഷനും ഈ ഒരു യെല്ലോ പോർഷനും രണ്ടും കൂടി ഒന്ന് മുട്ടയുടെ മഞ്ഞക്കരു അതില്ല അതൊന്ന് മാറ്റിയെടുക്കാം. അതാണ് സംഭവം. അപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ഒരു ജ്യൂസ് അരിപ്പ് ഉണ്ടാവും, ഒരു പഴയ അരിപ്പ് ഇതിന് വേണ്ടി മാറ്റി വെച്ചാൽ മതി. ആ ഒരു അരിപ്പയിലേക്ക് ഈ ഒരു അതേ കൈവെള്ളയിലേക്ക് പൊട്ടിച്ച് വയ്ക്കുക. നിങ്ങൾക്ക് ഏതാണ് ഈസി ആയിട്ട് ഉള്ളത് ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്ത്. എൻ്റെ ഏറ്റവും ഈസി ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. കയ്യിലേക്ക് തന്നെയാണ് ഞാൻ പൊട്ടിച്ചിട്ട് എടുത്തിട്ട് നല്ലപോലെ ആ വെള്ള പോർഷൻ ഉണ്ടാവില്ല മുട്ടേൻ്റെ, അത് നല്ലപോലെ ഇങ്ങനെ നമ്മൾ ഒരു കയ്യിൽ നിന്ന് അപ്പുറത്തെ കയ്യിലേക്ക് അപ്പുറത്തെ കയ്യിൽ നിന്ന് ഇപ്പുറത്തെ കയ്യിലേക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുമ്പോൾ തന്നെ നമ്മൾ ആ വെള്ളം ഊർന്ന് പിന്നെ അടിഭാഗത്തേക്ക് ആ മുട്ടയുടെ വെള്ളം പോയിട്ടുണ്ടാവും. പിന്നെ അപ്പോൾ യെല്ലോ പോർഷൻ അരിപ്പയിലേക്ക് മാറ്റിയിടാം. അപ്പോൾ അത്യാവശ്യം എപ്പോഴെങ്കിലും നമ്മുടെ ഒരു വെള്ളം നമുക്ക് ഈ ഒരു മഞ്ഞയിലേക്ക് പെട്ടുപോയാൽ പിന്നെ ഈ മുട്ടമാല നമുക്ക് നീളത്ത് കിട്ടൂല. അതുകൊണ്ടാണ് ഞാനൊരു ജ്യൂസ് അരിപ്പ വെക്കാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. നല്ലോണം എക്സ്പേർട്ട് ആയ പിന്നെ നമുക്ക് ഈ അരിപ്പയുടെ ആവശ്യമൊന്നുമില്ല, ഒരാവശ്യവുമില്ല. പക്ഷേ ഫസ്റ്റ് ടൈം ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഈ ഒരു ജ്യൂസ് അരിപ്പ വെച്ചിട്ട് നമ്മൾ ചെയ്യാം. ഒട്ടും ഈ ഒരു വെള്ള ഭാഗം മഞ്ഞയിൽ കലരാൻ പാടില്ല. ഇനിയിപ്പോൾ അതർവൈസ് നമ്മളിപ്പോൾ ഒന്ന് പൊട്ടിക്കുന്ന സമയത്ത് രണ്ടും കൂടി മിക്സ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ചേർത്ത് കൊടുക്കണം. അത് സെപ്പറേറ്റ് മാറ്റി വെച്ചോളൂ. പിന്നെ എന്തിനെങ്കിലും ഉപയോഗിക്കാം നമുക്ക് ആ മുട്ട. അത്ര പോലും നിങ്ങൾ ഇതിലേക്ക് വെള്ളം മിക്സ് ചെയ്യാൻ പാടില്ല. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്നാൽ പിന്നെ 2-3 ടിപ്സും കൂടി ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ ഫസ്റ്റ് ടൈമിൽ മുട്ടമാല ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ ഒരു 10 മുട്ടക്ക് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് സക്സസ് ആവും, ഉറപ്പാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്താൽ ഞാനാ പറയുന്നത്. കാരണം ഒരുപാട് ഞാൻ മുട്ടമാല സെയിൽ ചെയ്ത ഒരാളാണ്, അത്രയും സെയിൽ ചെയ്തിട്ടുണ്ട് മുട്ടമാല. ആ ഒരു കോൺഫിഡൻറ്റ് തന്നെയാണ് നിങ്ങളടുത്ത് പറയുന്നത്. ഇനി ഇത് അരിപ്പ ഫുൾ, അതിൻ്റെ ചെറിയ അരിപ്പയാണ് കേട്ടോ, അത് ഫുള്ളായിട്ടുണ്ട്. നമ്മൾ 10-60 മുട്ട ഉണ്ടല്ലോ. അപ്പോൾ അതൊന്ന് ഞാൻ കൈകൊണ്ട് ഇതാക്കിയിട്ട് ആ ഒരു അരിപ്പ കാലിയരിപ്പ അടുത്തത് പൊട്ടിച്ച് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് പഞ്ചസാര അവിടെ നിന്ന് ഇങ്ങനെ തിളച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച, ലോ ഫ്ലെയിമിലൊന്നും ആക്കിയിട്ടില്ല. ആ ഒരു അത്രയും പഞ്ചസാര ഉണ്ടല്ലോ. ഇനിയിപ്പോൾ കുറച്ച് മുട്ടക്കൊക്കെയാണ് വലിക്കുന്നതെങ്കിൽ നമ്മൾ പെട്ടെന്ന് മുട്ട സെപ്പറേറ്റ് ചെയ്ത് കഴിയുമല്ലോ. ഇനിയിപ്പോൾ പഞ്ചസാര കണ്ടില്ല, ഈ ഒരു സമയത്ത് തിളച്ച് നല്ലോണം ആ പഞ്ചസാര മെൽട്ടായി സൈഡിലെല്ലാം പത വരുന്നുണ്ട്. അപ്പം ഞാനൊന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം തിളച്ചിട്ട് പിന്നെ അധികം വറ്റി പോകാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലാക്കാം. പിന്നെ ഈ ഒരു സമയം കൊണ്ട് മുട്ട രണ്ടും എൻ്റെ കഴിഞ്ഞ് വെള്ള ഒരു ഭാഗത്തായി മഞ്ഞ ഒരു ഭാഗത്തായി. ഇതാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്, നമ്മുടെ എഗ്ഗും വൈറ്റും സെപ്പറേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത്. പിന്നെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാം. ഈ ഒരു പോർഷനെല്ലാം ഞാൻ കളയുന്നില്ല കേട്ടോ. ഈ ഒരു വൈറ്റിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ പ്രശ്നമൊന്നുമില്ല, അങ്ങനെ ഫുൾ കളർ മാറുമൊന്നുമില്ല. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ നമ്മൾ പിഞ്ഞാണത്തപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിൻ്റെ പേര് പിഞ്ഞാണത്തപ്പം എന്നാണ്. മുട്ടമാലേൻ്റെ നമ്മളിവിടെ പറഞ്ഞത് പിഞ്ഞാണത്തപ്പം എന്നാണ്. അപ്പം നമുക്ക് നല്ലപോലെ തിളച്ച് വന്ന ഈ ഒരു പാനിയിലേക്ക് പഞ്ചസാരയുടെ നിങ്ങൾ കാണില്ലേ ആ ഒരു വേസ്റ്റാണ് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഒരു ബ്ലാക്ക് കളറിൽ ഇങ്ങനെ വന്നിട്ടുണ്ടാവുക. അതെല്ലാം കോരി മാറ്റണം. എനിക്ക് ഇപ്രാവശ്യം കിട്ടിയ പഞ്ചസാര എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലോണം കച്ചറുള്ള പഞ്ചസാരയാണ് കേട്ടോ. ചില പഞ്ചസാര ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് കിട്ടുന്ന ഓരോ പഞ്ചസാര പോലെ ഇരിക്കും ഈ ഒരു പിന്നെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ള പോർഷൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ മഞ്ഞ ഒഴിച്ചാൽ ആ മഞ്ഞയിലേക്ക് കറുപ്പ് കളറായി പോയിട്ടുണ്ട്, പിന്നെ അത് വേസ്റ്റായി പോകുമല്ലോ. അതുകൊണ്ട് പിന്നെ വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിന് ശേഷം ഒരു ഹാഫ് ലെമൺ കുരു കളഞ്ഞിട്ട് ഇതേപോലെ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇത് പിഴിയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ മുട്ടമാല പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മുട്ടല ഞാൻ ഉണക്കിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉപയോഗത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ തന്നെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക്
നല്ലപോലെ ഈ ഒരു വെള്ളം വെന്ത് അതിൻ്റെ സൈഡിലൊക്കെ ഈ പഞ്ചസാരയുടെ കച്ചറയെല്ലാം ഫുള്ളായിട്ട് ഇതിലോട്ട് ഇങ്ങ് പോന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് മഞ്ഞ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 പ്രാവശ്യം ഒഴിച്ചു കൊടുത്തിട്ടാ. കുറച്ച് ആദ്യം 2 സ്പൂൺ വെള്ളം ഒഴിച്ച് പിന്നെ 2 സ്പൂൺ മുട്ടയുടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ ആക്കിയെടുത്താൽ എന്താണ് പഞ്ചസാരയുടെ ഫുൾ വേസ്റ്റ് നമുക്ക് ഇങ്ങ് പോന്നിട്ടുണ്ടാവും. പിന്നെ ധൈര്യമായിട്ട് നമുക്ക് മുട്ടമാല ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല മുട്ടമാല ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കട്ടെ. ഞാനിങ്ങനെ പണ്ടേ എൻ്റെ അടുത്ത് ഈ ഒരു വർഷങ്ങളായി ഒരു ബോട്ടിൽ ഞാനിങ്ങനെ മുട്ടമാല ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മുടെ ലിക്വിഡിൻ്റെ ബോട്ടിൽ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ അതല്ല നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സാധാരണ നമ്മളെ വാട്ടർ ബോട്ടിൽ മിറൻ്റെ അങ്ങനത്തെ എല്ലാം കുപ്പി ഉണ്ടാവുമല്ലോ, 7-Upൻ്റെ ഒക്കെ, അതിൻ്റെയൊക്കെ ബോട്ടിൽ എടുത്തിട്ട് ആ മൂടിക്ക് ഒരു ഹോൾസ് വെച്ച് കൊടുത്താൽ മതി. അത് ഞാൻ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഹോൾസ് ഒരു ആണിയോ ഒരു പിന്നോ എന്തെങ്കിലും ചൂടാക്കിയിട്ട് ഒന്നൊന്ന് പ്രസ് ചെയ്ത് നിങ്ങൾക്കറിയാലോ ഒരു ഹോൾസ് കിട്ടുമെന്നുള്ളത്. പിന്നെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ആ ബോട്ടിലും ചെയ്യാം. ഇതെന്ന് വെച്ചാൽ ഈ ലിക്വിഡിൻ്റെ കുപ്പി എന്ന് പറഞ്ഞാൽ കുറച്ച് എന്താണ് നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കാനൊക്കെ കുറച്ച് കട്ടിയുള്ള ബോട്ടിലാണല്ലോ, അതുകൊണ്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു അത്യാവശ്യം കട്ടി ഉണ്ടാവും മുട്ടമാല. ഇനി നേരിയ മുട്ടമാലയാണെങ്കിൽ എന്താണ് അങ്ങനെയും നമുക്ക് ഹോൾസിൻ്റെ വലിപ്പം കുറച്ചാൽ മതി, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ മുട്ടമാല ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് എടുക്കുന്നതിന് മുമ്പേ കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞതിന് ശേഷമാണ് നമ്മൾ എടുക്കേണ്ടത്. കാരണം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഫസ്റ്റ് എന്തായാലും ഒഴിച്ചാൽ ചെറുതായിട്ട് ഒന്ന് പൊട്ടിപ്പോകാനെല്ലാം ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ടൈം ഒഴിക്കുന്ന ഒരേ ഒരു ബാച്ച് മാത്രം കേട്ടോ. രണ്ടാമത്തെ ബാച്ച് പോലും നമുക്ക് നല്ല പെർഫെക്ഷൻ ആയിട്ട് പൊട്ടാതെ നല്ല നീളത്തിൽ തന്നെ കിട്ടും. അപ്പോൾ ടെൻഷനില്ല. ഫസ്റ്റ് എൻ്റെതും എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഒന്നും നുറുങ്ങി പോവുക. ആ പഞ്ചസാര പാനിന്ന് കറക്റ്റ് പരിവാവുന്ന ഒരു അളവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, നല്ലപോലെ പതഞ്ഞിട്ട് മേലോട്ടേക്ക് വരും. ആ ഒരു പതയിലാണ് നമ്മൾ ഈ മുട്ടയുടെ മഞ്ഞ ഒഴിച്ച് ഇങ്ങനെ റൗണ്ടായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഈസിയാണ്. ഇങ്ങനത്തെ ഒരു ബോട്ടിൽ കഴുകി സൂക്ഷിച്ച് വെച്ചാൽ എപ്പോഴും ഇതിൽ തന്നെ ആക്കാമല്ലോ, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ എന്താണ് ഇതും അതേപോലെ തന്നെ ഒരു 5-10 മിനിറ്റ് ആ സീറി കിടന്ന് ഈ മുട്ട ഒന്ന് 5-10 മിനിറ്റല്ലേ സെക്കൻഡ്സ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് മുട്ടയുടെ ആ ഒരു പച്ച ടേസ്റ്റെല്ലാം പോവുള്ളൂ. ഇപ്പോൾ കാണാൻ നീളത്ത് കിട്ടിയിട്ടുണ്ട് മുട്ടമാല, ഒരു ടെൻഷനും ഇല്ല. ഇതുപോലെ ഫസ്റ്റ് ടൈം ചെയ്യുന്ന ആൾക്കാർക്കും റെഡി ആയി കിട്ടും, ഒരു ടെൻഷൻ ഇല്ലാതെ നല്ല കോൺഫിഡൻറ്റോട് കൂടി നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോ. അടിപൊളിയായിട്ട് കിട്ടിയിട്ടില്ലേ, ഇതേപോലെ നീളത്ത് തന്നെ കിട്ടും കേട്ടോ. മുട്ടമാല എന്ന് പറഞ്ഞാൽ മുട്ടമാലയായിരിക്കണം, അല്ലാണ്ട് നുറുക്കുമാല ആയി പോകാൻ പാടില്ല. അതാണ് മുട്ടമാലേൻ്റെ മെയിനായിട്ടുള്ളൊരു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ചില ഫംഗ്ഷനിലൊന്നും പോലെ എനിക്ക് മുട്ടമാല കഴിക്കാൻ കഴിയില്ല കേട്ടോ. ഭയങ്കര മുട്ടയുടെ ഒരു ബാഡ് ടേസ്റ്റ് ഉണ്ടാവും മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ എന്താ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നല്ല പോലെ ഈ ഒരു പഞ്ചസാര പാനി കിടന്ന് മുട്ടേൻ്റെ ഈ മഞ്ഞ വേവണം. അങ്ങനെ വേവാണ്ട് എടുക്കുന്നത് കൊണ്ടായിരിക്കാം ആ ഒരു ടേസ്റ്റ്, ഈ പഞ്ചസാര എൻ്റെ ആ ഒരു ടേസ്റ്റ് ശരിക്കും മഞ്ഞയിലേക്ക് കയറണം. അപ്പോൾ കുറേ ഇപ്പോൾ 100 മുട്ട 150 മുട്ടക്കൊക്കെ നമ്മൾ ഓർഡർ എടുക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ എന്താണ് ഒരു പ്രാവശ്യം ആക്കിയത് ഒന്ന് സൈഡാക്കി വെച്ച് കൊടുക്കുക, വീണ്ടും ഒഴിച്ചു കൊടുക്കുക, സൈഡാക്കി വെച്ച് കൊടുക്കുക. അങ്ങനെ 2-3 പ്രാവശ്യം ഒഴിച്ചതിന് ശേഷം കോരിയാൽ മതി. ഇപ്പോൾ ഒരു പ്ലേറ്റിൻ്റെ സൈഡിൽ ഞാൻ മാറ്റിയപ്പോൾ പഞ്ചസാരയുടെ ആ ഒരു എന്താണ് ഇങ്ങനെ ഊറി വരും. അപ്പോൾ അത് വീണ്ടും നമ്മൾ ഇതിലേക്ക് തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെന്താണ് പിന്നെ ഒരു പ്ലേറ്റിൽ ഇങ്ങനെ ചെരിച്ച് വെക്കണം. പ്ലേറ്റ് ഇതേപോലെ വെള്ളം ഒഴിച്ചിട്ട് തന്നെ എടുക്കണം, അത് ശ്രദ്ധിക്കണം. ഇത്രയും വേണ്ട കുറച്ചിങ്ങനെ കുടഞ്ഞ് നമ്മൾ വെള്ളം കൈമേലാക്കിയിട്ട് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്താൽ ആ ഒരു പദം അപ്പോൾ അവിടെ കുറച്ച് കുറഞ്ഞ് കിട്ടും. അപ്പം വേണമെങ്കിൽ ലോ ഫ്ലെയിമിലാക്കാം, എന്നിട്ട് ഇതേപോലെ എടുക്കാം, പൊട്ടിപ്പോവാതെ ശ്രദ്ധിച്ചിട്ട് എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു പപ്പട സ്റ്റിക്ക് വെച്ചിട്ട് എടുക്കുന്നത്, നിങ്ങൾ അല്ലെങ്കിൽ ഇളിക്കിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് എടുത്താൽ മതി. നമ്മുടെ മുട്ടമാല എപ്പോഴും ഇങ്ങനെ നീളത്തിൽ കിട്ടുക എന്നുള്ളതാണ്. ഇങ്ങനെ നീളത്തിൽ നമ്മൾ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തോക്കട്ടെ, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഓർഡർ കിട്ടും, എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അധികം വീട്ടിലേക്ക് നിങ്ങൾ മുട്ടമാല ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, നുറുങ്ങിയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഒന്ന് ചെരിച്ച് വെച്ച് കൊടുക്കണം കേട്ടോ പ്ലേറ്റ്. അപ്പോൾ അതിൽ പഞ്ചസാര ലായനിയിൽ ഊർന്നിങ്ങോട്ട് വരും. അപ്പം നമ്മൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. അങ്ങനെ സ്റ്റെപ്പായിട്ട് ചെയ്താൽ മതി കേട്ടോ. ഫസ്റ്റ് ഒരു 10 മുട്ട നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കട്ടോ. ഇപ്പോൾ ഞാൻ 60 മുട്ടക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഉണ്ട്, ഒരു 50 ആളെ പരിപാടിക്കൊക്കെ നമുക്ക് ഈ ഒരു മുട്ടമാല ധാരാളമായിരിക്കും. 60 മുട്ടേൻ്റെ മാല എന്ന് പറയുന്നത്, 25 ആളാണെങ്കിൽ 25 മുട്ട. അങ്ങനെ നമ്മൾ ഓർഡർ എടുക്കുമ്പോൾ നമുക്കൊരു ക്വാണ്ടിറ്റീൻ്റെ ഇത് വേണമല്ലോ. അപ്പോൾ ഞാനിത് എറണാകുളത്തേക്കാണ് എൻ്റെ കൊണ്ടുപോകുന്നത് മുട്ടമാല. അപ്പോൾ ഇത് എന്താണ് ഒരു പ്ലേറ്റിലേക്ക് ഇതേപോലെ ഞാനിങ്ങനെ, നല്ല ചൂടുണ്ട്, നിങ്ങൾക്കറിയാലോ പഞ്ചസാര പാനി എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല പെട്ടെന്ന് തണിഞ്ഞാലോ എന്താണ് തണിയൂല, കുറച്ച് സമയം എടുക്കും ഒന്ന് ആറിക്കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക, പൊട്ടാതെ ശ്രദ്ധിച്ചിട്ട് വെക്കുക കേട്ടോ. ഇപ്പം നല്ലപോലെ പഞ്ചസാര ലാനിയെല്ലാം ഊർന്നൊരു സൈഡിൽ വന്ന്, ഇതിലൊട്ടും പഞ്ചസാര ലാനി ഒന്നുമില്ല, പക്ഷെ നല്ല മധുരമുണ്ട്. നമ്മൾ 10 മുട്ടക്ക് 1 ഗ്ലാസ് പഞ്ചസാര എന്ന അളവിലാണ് എടുത്തത്. മുട്ടമാല കഴിക്കുമ്പോൾ നല്ല മധുരമുണ്ട്. ഞാൻ പറഞ്ഞ കുറേ സമയം പഞ്ചസാര പാനി ഇങ്ങനെ കുറുകി വന്നുകൊണ്ട് തന്നെ ആ പഞ്ചസാര പരി ഒരു കാരമലൈസിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ മുട്ടമാല കഴിക്കുമ്പോൾ
കഴിക്കുമ്പോൾ ഒരു കാരമലൈസ്ഡ് മുട്ടമാലേൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. ഇതൊക്കെയാണ് എൻ്റെ മുട്ടമാലേൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. എൻ്റെ ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് മുട്ടമാല വാങ്ങിച്ചപ്പോൾ സ്ഥിരമായിട്ട് എൻ്റെ അടുത്ത് തന്നെ കുറേ കാലം അയച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ഭയങ്കര സന്തോഷമാണ്. പിന്നെ നമുക്ക് ഓർഡർ തരാമെന്ന് പറഞ്ഞത്. പിന്നെ കുറേ എനിക്ക് ശാരീരിക പ്രശ്നങ്ങൾ വന്നതിന് ശേഷമാണ് ഞാൻ മുട്ടമാലേൻ്റെ ഓർഡർ എടുക്കൽ നിർത്തിക്കളഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലും ഒന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ വെക്കാം. ഞങ്ങൾ മുട്ടമാല ഇവിടുന്ന് ചെയ്യുന്നുണ്ട്, ഒരു മുട്ടമാല ഇവിടുന്ന് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു ഫോട്ടോവും വെച്ച് കൊടുത്താൽ ആവശ്യക്കാർ കോണ്ടാക്ട് ചെയ്തോളൂ, നമ്മൾ ആ അറിവിലുള്ള ആൾക്കാരൊക്കെ. അപ്പോൾ പിന്നെ എല്ലാവർക്കും മടിയാണ്. ചിലപ്പോൾ നമ്മളെ വീട്ടിലിപ്പോൾ ഫംഗ്ഷൻ നടക്കുമ്പോൾ എല്ലാ ഫുഡും നമുക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ മുട്ടമാല അധികം ആൾക്കാരും കുറച്ച് സമയം വേണ്ട കാര്യമാണല്ലോ, അതുകൊണ്ട് വേറെ ആൾക്ക് ഏൽപ്പിക്കുക എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഓർഡർ എടുക്കാൻ ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടാൻ ചാൻസ് ഉള്ളൊരു സംഭവമാണ്. ഇനി നമുക്കിതിൻ്റെ പിഞ്ഞാണത്തപ്പം എന്ന് പറയും നമ്മളിവിടെ. മുട്ടമാലയുടെ അപ്പം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അത് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മുട്ടയുടെ ഈ വൈറ്റ് പോർഷൻ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്കൊരു 60 മുട്ട ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു 3 ബാച്ചായിട്ട് അടിക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കേണ്ട അളവ് എന്ന് പറഞ്ഞാൽ 10 മുട്ടക്കാണെങ്കിൽ 1 ടീസ്പൂണ് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ മൈദ, 1 ടീസ്പൂണാണ് പഞ്ചസാര അല്ല മൈദയും പിന്നെ പാൽപ്പൊടിയും ടീസ്പൂൺ ആ ഒരു അളവിൽ. ഇത് ഞാൻ വലിയ സ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ 10 മുട്ടൻ്റെ ആ ഒരു രീതിക്ക് എടുത്തോ. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മൈദ, 1 ഏലക്കായ്, 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, പഞ്ചസാര, ഒരു 1/2 കപ്പ്, ഇത്തിരി മധുരം ബാലൻസ് ചെയ്യാൻ ഉപ്പ്, ഇത്രയും ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക. ഡീറ്റെയിൽഡ് റെസിപ്പി നമ്മളെ മുട്ടമാലേൻ്റെ ഉണ്ട് കേട്ടോ. ഞാൻ അതും വേണമെങ്കിൽ ഒന്ന് പിൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾ അതും കൂടി നോക്കിക്കോ. അത് ഞാൻ കുറേ മുമ്പേ 2 വർഷം മുമ്പേ ചെയ്ത റെസിപ്പിയാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാനിപ്പോൾ നമ്മളിപ്പോൾ ഓരോ റെസിപ്പിയും വർഷങ്ങൾ കഴിയുമ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ കുറച്ചും കൂടി അപ്ഡേഷൻ ഉള്ള റെസിപ്പിയാണിത്. അതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിലേക്ക് പറഞ്ഞത്, കാരണം സെയിൽ ചെയ്യുന്നതാണല്ലോ നിങ്ങൾ. അപ്പോൾ ഇനി പാന് വെക്കുക, ഒരു അടിയിൽ ഇങ്ങനെ ഒരു മൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഗീയും ഓയിലും മിക്സ് ചെയ്തിട്ട്, ഇനി സെയിലൊക്കെ ചെയ്യുന്നതാണ് ഗീലിൻ്റെ അളവെല്ലാം കുറച്ചോട്ടെ, നിങ്ങൾക്ക് ലാഭം കിട്ടുന്ന രീതിയിൽ ചെയ്യണം. എന്നിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഇതെല്ലാം നമുക്ക് ഇഡ്ഡലി തട്ടിൽ ഒരു സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് എണ്ണ തടവിയിട്ട് അങ്ങനെയും നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഇഷ്ടം ഈ ഒരു രീതിയിലുള്ള പിഞ്ഞാണത്തപ്പാണ്, നമ്മൾ ഇങ്ങനെ ബേക്ക് ചെയ്തതുപോലെ ഇത്ത രീതിയിലുള്ള. അത് നമ്മൾ കസ്റ്റമറോട് ചോദിക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ച് മയണൈസ് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഉച്ചക്ക് മന്തിയാണ്. ഇപ്പോൾ മുട്ടയുടെ വയറ്റിൽ ഞാൻ കുറച്ച് മയണൈസ് അടിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിച്ചിരുന്നതാണ്. കുറച്ച് മയണൈസ് അടിച്ചു, അതിന് ശേഷമുള്ളതാണ് 3 ബാച്ചാക്കിയിട്ട് ഞാൻ അടിച്ചെടുത്തത്. അപ്പോൾ ഒന്ന് എറണാകുളത്തേക്ക്, ഒന്ന് ദുബായിലേക്ക് കൊടുത്തേക്കാനും, ഒന്ന് നമുക്ക് വീട്ടിൽ കുറച്ച് കഴിക്കാനും, അങ്ങനെ 3 ആയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 സ്ഥലത്തേക്ക് പോകുന്നത് കൊണ്ടാണ് ഇത്രയും നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ആദ്യം ഒന്ന് നോക്കുമ്പോൾ കുറച്ച് ഒട്ടിപ്പിടിക്കുന്നുണ്ട്, ഒന്നും കൂടി വേവാനുണ്ട്. പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കാം. അങ്ങനെ ടൈമിങ്ങിൻ്റെ ഒന്നും പ്രശ്നമൊന്നുമില്ല. നോക്കിയിട്ട് നിങ്ങൾ ചെയ്തിട്ട് ഓഫ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇതൊരു ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. പിന്നെ അടുത്തപ്പം ഉണ്ടാക്കുന്ന കാര്യം നമ്മൾ കേക്ക് പോലെ അങ്ങ് ബേക്ക് ചെയ്ത് ഇടയ്ക്ക് തുറക്കാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിൽ നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം നല്ലപോലെ വെന്തിട്ടുണ്ടെങ്കിൽ തണിയാൻ വേണ്ടി മാറ്റി വെക്കുക, അത്രയേ ഉള്ളൂ. നല്ലൊരു റെസിപ്പിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് സമയം കിട്ടുമ്പോൾ സെയിലേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞ വിശേഷങ്ങളിൽ ഇതാണ്. ഇത് എൻ്റെ ഇത്താത്തൻ്റെ മോനാണ്, ഇയാളാണ് എറണാകുളത്ത് നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എറണാകുളത്തേക്ക് അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുട്ടമാല ഇന്ന് മെയിനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവർക്ക് കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുട്ടമാല. അപ്പോൾ ഇത്താത്ത അങ്ങനെ മുട്ടമാല ഉണ്ടാക്കിയില്ല, ഞാൻ തന്നെയാണ് എപ്പോഴും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് കൊടുത്തയക്കുന്നുണ്ട്. പിന്നെ ദുബായിൽ എളാമാൻ്റെ മോക്ക് കുറച്ച് വേണമെന്ന് പറഞ്ഞിട്ട് അവൾക്കും കൊടുത്തയക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇന്നത്തെ ഈ ഒരു റെസിപ്പി. അപ്പോൾ നിങ്ങൾക്കും കൂടി ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു റെസിപ്പി ചെയ്ത് കേട്ടോ. എല്ലാവരും സെയിൽ ചെയ്യാൻ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ സെയിൽ ചെയ്തോ. വെറുതെ 50 മുട്ടക്ക് 1500 രൂപ വെച്ച് നമുക്ക് വാങ്ങിക്കാം. ഇനി 100 മുട്ടയുടെ ചെയ്യുന്നതാണെങ്കിൽ 1000-1500 രൂപ വരെ നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ നിങ്ങൾ കണക്കൂട്ടിയൊക്കെ നിങ്ങളെ ലാഭവും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അവർ പോവാണ്. മുട്ടമാലയെല്ലാം എടുത്ത് പാക്കിംഗ് വീഡിയോ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ മുട്ടമാല ഇപ്പോൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു പാത്രം കയ്യിലില്ലെങ്കിൽ, നമ്മളെ കയ്യിലുള്ള പാത്രത്തിൽ ചിലപ്പോൾ എണ്ണമയോ ഉള്ളതായിരിക്കുമല്ലോ, നമ്മൾ കറിയൊക്കെ വെക്കുന്നതാണെങ്കിൽ. അത് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മളെ മുട്ടത്തോലുണ്ടല്ലോ, അത് വെച്ച് നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കഴുകിയതിന് ശേഷം മാത്രമേ മുട്ടമാല ഉണ്ടാക്കാൻ നിൽക്കാവൂ. നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിൽ ഒരിക്കലും എണ്ണമയം ഉണ്ടാവാൻ പാടില്ലേ. അതിനടുത്ത് പറയാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണേ. പിന്നെ ഒരു കാര്യം കൂടി, നമ്മളില്ലേ മുട്ടയുടെ വില അനുസരിച്ച് മുട്ടമാലിൻ്റെ റേറ്റ് നമുക്ക് മാറ്റം വരുത്താം. ഞാനൊരു വർഷം മുമ്പെയാണ് 50 മുട്ടക്ക് 1500 രൂപ വെച്ച് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മുട്ടയുടെ വിലയും കൂടി, പിന്നെ ഗ്യാസിനൊക്കെ വില കൂടിയിട്ടുണ്ട്. ആ ഒരു സമയം നമുക്കൊരു 50 മുട്ടക്ക് ഒരു 1700 രൂപ വരെ വാങ്ങിക്കാൻ തോന്നുന്നു. അപ്പോൾ അതൊക്കെ നമ്മളെ അനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ ഒരു ട്രിക്ക്.